നിസ്കാരം ജംആക്കുമ്പോഴും കസറാക്കുമ്പോഴും എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്, എപ്പോഴാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഖസറാക്കി നിസ്കരിക്കുമ്പോൾ അഥവാ ളുഹ്ർ, അസ്ർ, ഇശാ 4 റക്അത്തുള്ള ഈ 3 നിസ്കാരങ്ങൾ 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നിയ്യത്ത് വെക്കുന്ന ഉസല്ലി ഫർളൽ ളുഹ്രി 4 റക്അത്തി എന്നതിന് പകരം ഉസല്ലി ഫർളൽ ളുഹ്രി റക്അത്തൈനി ലില്ലാഹി തആല അല്ലെങ്കിൽ അസ്രി റക്അത്തൈനി ലില്ലാഹി തആല, അതുപോലെ തന്നെ ഇശാഇ റക്അത്തൈനി ലില്ലാഹി തആല എന്ന് കരുതി 2 റക്അത്ത് നിസ്കരിക്കുക. ഇത് ആ നിസ്കാരങ്ങളുടെ സമയത്ത് തന്നെ നിസ്കരിക്കുകയാണെങ്കിലും ജംആക്കി നിസ്കരിക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇനി ജംആക്കി നിസ്കരിക്കുന്ന സമയത്ത് മുന്തിച്ചാണ് ജംആക്കുന്നതെങ്കിൽ ളുഹ്റിന്റെ സമയത്തേക്ക് അസറിനെ മുന്തിച്ച് ജംആക്കുമ്പോൾ ആദ്യം ളുഹ്ർ നിസ്കരിക്കുകയും സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് എപ്പോഴെങ്കിലും മനസ്സിൽ അസറിനെ ളുഹ്റിലേക്ക് മുന്തിച്ച് ജംആക്കുന്നു എന്ന് കരുതുകയും സലാം വീട്ടിയതിന് ഉടനെ തന്നെ അസർ നിസ്കരിക്കുകയും ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് ഇശായിനെ മഗ്രിബിലേക്ക് മുന്തിച്ച് ജംആക്കുമ്പോഴും ചെയ്യേണ്ടത്. പിന്തിച്ച് ജംആക്കുന്ന സമയത്ത് അഥവാ ളുഹ്റിന്റെ സമയത്ത് നിസ്കരിക്കാതെ അസറിന്റെ സമയത്താണ് നിസ്കരിക്കാൻ കരുതുന്നത് എങ്കിൽ ളുഹ്റിന്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ളുഹ്റിനെ അസറിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു എന്ന് കരുതുകയും അസറിന്റെ സമയമായതിനു ശേഷം ആദ്യം ളുഹ്ർ നിസ്കരിക്കുകയും പിന്നെ അസർ നിസ്കരിക്കുകയും ചെയ്യുക. ഇതുപോലെ തന്നെയാണ് മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കുമ്പോഴും ചെയ്യേണ്ടത്.